യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളെ വീണ്ടെടുപ്പുകാരനെ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാഞ്ഞുവീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം. വരാമരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ച് ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും കാത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ എത്ര തന്നെ സ്തുതിച്ചാലും മതിവരാത്ത നന്മകൾ കൊണ്ട് അനുനിമിഷം നമ്മെ നടത്തി. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന്റെ കരങ്ങളിലെ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുയേശുവെ നമ്മെ ജയോത്സവത്തോടെ വഴി നടത്തുന്ന ദൈവം, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവെ തീർത്ത് തരുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ പകൽക്കാലം ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. യോഹന്നാൻ 19 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുക ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് പീലാത്തോസിനോട് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ 10 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പീലാത്തോസ് യേശുവിനോട് ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടും യേശു കർത്താവ് മറുപടി പറയാതിരിക്കുമ്പോൾ യേശു ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിക്കുവാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയക്കുവാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്നൊരു ചോദ്യം യേശു കർത്താവിനോട് പീലാത്തോസ് ചോദിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ മറുപടിയായിട്ട് യേശു കർത്താവ് അവിടെ പറയുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിച്ചത്. യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകുക ഇല്ലായിരുന്നു. ആമേൻ സ്തോത്രം. ഈ പൽക്കലം പ്രിയ ദൈവവൈതലെ, ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മേലുള്ള പൂർണ്ണ അധികാരം, കർത്തൃത്വം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലത്രേ. ദൈവം അനുവദിക്കാതെ, ദൈവം പറയാതെ നമ്മ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും തൊടുവാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ദൈവത്തിന്റെ കരത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ശത്രുവിന് തട്ടിക്കളിക്കുവാനുള്ള ഒരു പന്തോ ഒരു വെറും വ്യക്തിയല്ലോ ഞാനും നിങ്ങളും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട തന്റെ സ്വന്തം ജനമത്രേ. ആ ജനമായിരിക്കുന്ന തന്റെ പ്രിയ മക്കളായിരിക്കുന്ന നമ്മുടെ മേൽ പൂർണ്ണ അധികാരം, കർത്തൃത്വം സ്വർഗത്തിലെ ദൈവത്തിനാണെന്നുള്ള കാര്യം ഈ പകൽക്കാലം ഞാനും നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് കയറുമ്പോൾ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്തവും വയ്ക്കുന്ന ശത്രുമണ്ഡലം പരാജയപ്പെടുവാനായിട്ട് ഇടയായിത്തീരാം. പലപ്പോഴും ഇവിടെ പീലാത്തോസ് പറഞ്ഞതുപോലെ പലപ്പോഴും ശത്രു നമ്മോട് പറഞ്ഞിരിക്കാം, നിന്റെ മേൽ അധികാരം ചെലുത്തുക, ഇല്ലെങ്കിൽ നിന്നെ തകർക്കുവാൻ എനിക്ക് കഴിയും, എന്റെ മേൽ പദ്ധതിയുണ്ട്. ഇതൊക്കെയും പലരും പറയുമ്പോഴും ഹല്ലേലൂയ, അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ശത്രുവിനല്ല നമ്മുടെ മേൽ അധികാരം സ്വർഗത്തിലെ ദൈവത്തിനത്രേ. ദൈവം അനുവദിക്കാതെ ഈ പൽക്കലം പ്രിയ ദൈവ പൈതലെ നമ്മയോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ തലമുറയോ നമ്മുടെ ശുശ്രൂഷയോ തൊടാൻ
കഴിയത്തില്ല. സ്തോത്രം. നമ്മുടെ തലയിലെ മുടി തൊഴിയണമെങ്കിൽ ദൈവം അറിയണം എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ മേലുള്ള സകല അധികാരവും ആ കർത്താവിന്റെ മേൽ ആയിരിക്കുമ്പോൾ ഈ പകൽക്കാലം നാം ഉറപ്പോടെ ആയിരിക്കുക. നാം ചിലതിനകത്ത് കൂടെയൊക്കെ കടന്നു പോകുന്നവയ്ക്ക് അത് ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ധൈര്യപ്പെടുവാൻ, ബലപ്പെടുവാൻ കഴിയും. നമുക്ക് ആ ഭാഗത്തിൽ തന്നെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 7:30 കാണുവാൻ സാധിക്കുന്നു. ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചുവെങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായികയാ, ആരും അവന്റെ മേൽ കൈവച്ചില്ല. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് ദേവാലയത്തിൽ നിൽക്കുമ്പോഴും പല സ്ഥലങ്ങളിലേക്കും കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ഇവനെ ഇനി മുന്നോട്ട് പോകുവാൻ നാം അനുവദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി പലരും അവനെ കൊല്ലുവാൻ അല്ലെങ്കിൽ തകർക്കുവാനായിട്ടൊക്കെയും അവിടെ ശ്രമിക്കുന്ന പരീക്ഷന്മാരൊക്കെയും പദ്ധതിയിടുന്ന സാഹചര്യത്തിൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ആകയാൽ അവനെ പിടിക്കുവാനായിട്ട് അന്വേഷിച്ചു. പലപ്പോഴും യേശു കർത്താവിനെ പിടിക്കുവാൻ, അവനെ നശിപ്പിച്ച് കളയുവാനായിട്ട് ദൈവം എന്തിനു വേണ്ടി തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു? ആ പദ്ധതി പൂർത്തീകരിക്കാതിരിക്കുവാനായിട്ട് പലപ്പോഴും പദ്ധതി ഇട്ടുവെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ നായിക വന്നിട്ടില്ല, ആരും അവന്റെ മേൽ കൈ വച്ചിട്ടില്ല. പ്രിയ ദൈവമൈതലെ, നിന്നെ തൊടുവാനായിട്ട് ദൈവം അനുവദിക്കാതെ ആർക്കും തന്നെ ഒരു പാരമ്പര്യത്തിനോ ഒരു മിശ്രമി ശക്തിക്കോ ഒരു യാതൊരു ആഭിചാരത്തിനോ യാതൊന്നിനും തൊടുവാനായിട്ട് കഴിയത്തില്ല. കാരണം നീ ദൈവത്തിന്റെ പൈതലത്ര. സ്തോത്ര. നാം പോലും അറിയാതെ നമുക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ മതിൽ നാം പൊളിച്ചു കൊടുക്കാതെ നാം കർത്താവിന്റെ പാദപീഠത്തിൽ വിശ്വസ്തയോടെ ആ മതിനകത്ത് ആയിരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വലയത്തിനുള്ളിൽ കർത്താവിന്റെ കരത്തിൽ നാം കീഴടങ്ങി ഇരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ പൽക്കാലം ആ ഒരു ഉറപ്പ്, ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു കർത്താവ് പീലാത്തോസിനോട് അധികാരത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയില്ല എങ്കിൽ. അപ്പൊ മേലിൽ നിന്നുള്ള ഒരു അധികാരം കിട്ടാതെ ഈ ലോകത്തിലെ ശക്തിക്കൊന്നും തൊടാനായിട്ട് കഴിയത്തില്ലെന്ന് യേശു കർത്താവ് അധികാരിയായിരിക്കുന്ന പീലാത്തോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ അധികാരത്തിനോ നിയമങ്ങളൊക്കെ ഞാനും നിങ്ങൾ കീഴ്പ്പെട്ട് ഇരിക്കണമെങ്കിൽ, അവർക്ക് നമുക്കെതിരായി എന്തെങ്കിലും ചലിക്കണമെങ്കിൽ മേലിൽ നിന്ന് അധികാരം കിട്ടണം. ഈ പകൽക്കാലം ചിലപ്പോൾ ജോലി മേഖലയിൽ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം, നിനക്കെതിരായ ചില നിയമങ്ങൾ എഴുതി ചേർക്കുന്നുണ്ടായിരിക്കാം, നിനക്കെതിരെ ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്ത് കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിനകത്ത് എന്തോ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ദൈവം അനുവദിച്ചിട്ട നിനക്കെതിരാ ചിലത് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്ത് വ്യക്തമായ ചില ദൈവിക പദ്ധതികൾ കാണും. അതിനകത്തേക്ക് കടന്നു കയറുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ദൈവം അത് നമുക്ക് നന്മയ്ക്കാക്കി തീർക്കും. അതുകൊണ്ട് യോബ് പറയുവാനായിട്ട് ഇടയത്ത്, നിനക്ക് സകലതും കഴിയുന്നു, നിന്റെ ഉദ്ദേശമെന്ന് അസാധ്യം അല്ല എന്ന് ഈ പകൽക്കാലം തിരിച്ചറിയണം. സ്തോത്ര. നമ്മുടെ ജീവിതത്തിനകത്ത് സകല ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും നിന്നെ തൊടുവാനായിട്ട് കഴിയില്ല. ചില രോഗങ്ങളായിരിക്കാം, ആ രോഗശക്തി നിന്റെ മേൽ കടന്നു വരണമെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ. ഹല്ലേലൂയ. കാരണം നമ്മുടെ രോഗത്തെ, നമ്മുടെ പാപത്തെ, നമ്മുടെ ശാപത്തെ കർത്താവ് കാൽവരി ക്രൂശിൽ വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം നാം പൂർണ്ണമായി മനസ്സിലാക്കുക, മേലിൽ നിന്ന് അധികാരം കിട്ടാതെ നമ്മെ തൊടുവാൻ കഴിയത്തില്ല. തിരുവചനത്തെ നമുക്ക് കടന്നു വരുമ്പോൾ അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിന്റെ ജീവിതത്തിനകത്ത് അവിടെ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 കടന്നു വരുമ്പോ പത്രോസിനോട് യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. 31-32 ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അപ്പൊ ഇവിടെ കൽപ്പന ചോദിക്കുകയാണ് പത്രോസിനെ പാറ്റിക്കളയുവാൻ. ഗോതമ്പ് പോലെ ഇവിടെ കാണും, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടത് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കുക നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ആമേ, സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് പത്രോസിനോട് മുൻകൂട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ പാറ്റേണ്ടതിനായിട്ട്, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റേണ്ടതിനായിട്ട് കൽപ്പന ചോദിച്ചു, അനുവാദം ചോദിക്കുക.
പത്രോസിനെ തകർക്കുവാനായിട്ട്, അല്ലെങ്കിൽ പത്രോസിനെ പാറ്റിക്കളയേണ്ടതിനായിട്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ. നമ്മുടെ കപ്പാസിറ്റി എത്രയെന്ന്, നമ്മുടെ വിൽ പവർ എത്രയെന്ന് എൻ്റെ കർത്താവിന് അറിയാം. അതിനപ്പുറമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൊണ്ടുവരികയില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന വിശ്വാസം എന്താണ്? നീ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? നിന്റെ മേൽ എന്തൊക്കെ കടന്നു വന്ന നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിയത്തില്ല എങ്കിലും നമ്മുടെ മേൽ പകരപ്പെട്ട കർത്താവിനറിയാം നമ്മുടെ ശക്തി എന്തെന്ന്. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞിട്ടാണ് കർത്താവ് നമ്മുടെ മേൽ പറഞ്ഞത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു പിതാവ് ഒരിക്കലും ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് ഒരു കുഞ്ഞിന്റെ തലയിൽ 20 കിലോ ടണ്ണോ ഭാരമുള്ള ഒരു വസ്തുവിനെ എടുത്തു വച്ചു കൊടുക്കല്ല. കാരണം അറിയാം, ആ കുഞ്ഞിനെ അതിനെ ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയത്തില്ല. അങ്ങനെക്ക് പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കാൻ, നമുക്ക് ചുമക്കുവാൻ, നമുക്ക് കൊണ്ട് നടക്കുവാൻ, നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും കർത്താവ് തരികയില്ല. കർത്താവിനറിയാം നമുക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയും. നമുക്കറിയത്തില്ലെങ്കിൽ പലപ്പോഴും ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രമായ കഠിനമായ ശോധന, ഇത്രയും ഭാരം എന്റെ മേൽ എന്തിനാ വച്ചത്, എനിക്കിത് ചുമക്കുവാൻ കഴിയുമോ? നമുക്കറിയില്ലെങ്കിലും അതിനെ ചുമക്കുവാൻ നമുക്ക് കഴിയുമെന്ന്, അതിനെ വഹിക്കുവാൻ, അതിനുമേൽ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെന്ന് യേശു കർത്താവിനറിയാം. കാരണം യേശു കർത്താവ് അത് നമ്മുടെ മേൽ പകർന്നു തന്നിട്ട് ചിലത് നമ്മുടെ മേൽ തരുന്നത്. കാൽവരി ക്രൂശിൽ നമുക്ക് കാണുക, അതിനു മുമ്പേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് കാൽവരി ക്രൂശിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഗത്സമന തോട്ടത്തിൽ തന്റെ അതിവേദനയോടുള്ള പിതാവിനോടുള്ള പ്രാർത്ഥനയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നത്, കഴിയുമെങ്കിൽ കർത്താവേ, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്നെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞപ്പോ പിതാവിന്റെ ഇഷ്ടം, ഞാൻ നേരത്തെ പറയുവാനായിട്ട് ഇടയെത്തുന്നു, പലപ്പോഴും യേശു കർത്താവിനെ പിടിക്കുവാൻ ഒക്കെ നോക്കിയെങ്കിലും കൊന്നുകളയുവാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ അനുവദിച്ചില്ല. എന്നാൽ പിതാവിന്റെ ടൈമായി കഴിഞ്ഞപ്പോ മാനവരക്ഷയെ വീണ്ടെടുക്കേണ്ടതിനായിട്ട് തന്റെ ഓമനപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈമായി കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ ഇറക്കി തന്നെ ശക്തീകരിച്ചു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കണം. ചില ശക്തി നമ്മുടെ മേൽ പകർന്നിട്ട നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന പ്രതികൂലത്തെ ജയിപ്പാൻ ആവശ്യമായ ശക്തിയെ കർത്താവ് നമ്മുടെ മേൽ പകർന്ന് തന്നിട്ട കർത്താവ് നമ്മുടെ മേൽ ചിലതിന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് രോഗമാകട്ടെ, കടഭാരമാകട്ടെ, ചില പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, തീയുടെ അനുഭവം ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയായിരുന്നാലും അതിനുള്ള ഒരു ശക്തി, അതിനെ ജയിക്കുക, അതിനകത്ത് തകർന്നു പോകാൻ നമ്മെ വിട്ടുകൊടുക്കുന്നതിന് ദൈവമല്ല. അതവിടെ പത്രോസിനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോകാതിരിക്കുക, ഞാനും നിങ്ങളും അവിടെ നഷ്ടപ്പെടുമെന്ന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് അതിനെ ഏൽപ്പിച്ചു കൊടുക്കല്ല. നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാനും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയുക, നമ്മുടെ മേൽ അധികാരമുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനത്രേ. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 10-ാം അധ്യായത്തിൽ എഴുതി ചേർത്തു, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ, സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി കാണുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. നാം പലപ്പോഴും വേദനയാണ് അല്ലെങ്കിൽ കഠിനമായ ശോധന എന്ന് പറയുമ്പോഴും നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനപ്പുറമായിട്ട് ദൈവം തന്നിട്ടില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിന്റെ തലയിൽ അധികം ഭാരമെടുത്ത് ആ പിതാവ് വച്ചു കൊടുക്കത്തില്ലെങ്കിൽ ഈ ലോകത്തിലൊരു പിതാവ് ആ കുഞ്ഞിനെ കുറിച്ച് അത്ര സംരക്ഷണവും കരുതലും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നമ്മെ കുറിച്ച് എത്രത്തോളം കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാ ഉള്ള, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ അനുനിമിഷം പോറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. അവിടെ കാണുന്നു, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ. അപ്പൊ നമുക്ക് കഴിയുന്നു. ഞാൻ പറഞ്ഞല്ലോ, നാം ചിലപ്പോൾ ചിന്തിച്ചേരി, കർത്താവ് എനിക്കിതിനെ കഴിയത്തില്ല, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവിടെ നമ്മൾ ഒരു സറണ്ടർ ചെയ്യുമ്പോഴാണ് കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നത്. അവിടെ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ അതാ ചെയ്തത്. പിതാവിന്റെ കരത്തെ ഏൽപ്പിച്ചു. താൻ അനുഭവിക്കാൻ പോകുന്ന, താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം എത്ര വലുതാണെന്ന് കർത്താവ് അറിഞ്ഞിട്ട് തന്റെ പിതാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു അടുത്തപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി തന്നെ ശക്തീകരിച്ചു. താൻ ചെയ്യേണ്ടത് സകലതും നിവർത്തീകരിപ്പാൻ
അവിടെ ശക്തി കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് ജയിച്ചു കയറുവാനുള്ള ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരും കർത്താവ്. അല്ലാതെ നമ്മെ വിടുന്ന ഒരു കർത്താവില്ല. നാം തകർന്നു പോകുവാൻ, അതിനകത്ത് പരാജയപ്പെട്ടു വരുവാൻ, അതിനകത്ത് തോറ്റു പോകുവാൻ ദൈവം അനുവദിക്കില്ല. പലതും നമ്മുടെ മുമ്പിൽ ശത്രു കൊണ്ടുവരുമ്പോൾ നമ്മെ അതിനകത്ത് തകർത്ത് കളയുവാനാ കൊണ്ടുവരുന്നത്. പക്ഷേ അതിനകത്ത് തോൽക്കാതെയും ജയിച്ചു കയറുവാനായിട്ടുള്ള അതെവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു. എല്ലാ പരീക്ഷകളെയും ജയിക്കുവാൻ, അങ്ങനെ പാപങ്ങളെ എതിർത്തു നിൽക്കുവാനും മതിയായ കൃപ ദൈവം തന്റെ മക്കൾക്ക് നൽകുന്നു എന്ന് നമുക്ക് വചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് കഴിയുന്നതിന് മീതെ, സഹിക്കുന്നതിന് മീതെയുള്ള പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കത്തില്ല. നമുക്ക് പരീക്ഷ സഹിക്കുവാനും പാപത്തെ ജയിക്കാനും കഴിയേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ, ചിലതിനുമേ ജയിക്കുവാൻ, ചിലതിനെ ഓവർകം ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാൻ, ഞാനും നിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്. അതുകൊണ്ടാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്ന കർത്താവ് ഫലം തേടി വന്നപ്പോ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, 1 വർഷം കൊണ്ട് നിൽക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചെങ്കിലോ ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു കർത്താവ് എന്നിലും നിങ്ങളിലേക്കും അടുത്ത് കടന്നു വരുമ്പോ ഞാനും നിങ്ങൾ എവിടെയായിരിക്കുന്നു, ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്ന കർത്താവ് ഞാനും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, അപേക്ഷ കഴിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നു, നീ ഒരു സമയം തിരിഞ്ഞ് വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഇവിടെ പത്രോസ് എന്താ ചെയ്യേണ്ടത്? ഒരു ടൈം കഴിഞ്ഞു വരുമ്പോ താനും മറ്റുള്ളവരെ ഉറപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ദൗത്യം കർത്താവ് മുന്നമേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പായി താൻ നഷ്ടപ്പെട്ടു പോകും. ആ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കയറാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞുകുട്ടിയുടെ കയത്തിൽ ഏൽപ്പി. പക്ഷെ ആ സമയത്ത് ഒരു 30 വയസ്സായ ഒരാളുടെ തലത്തിലേക്ക് 20 കിലോ ഭാരമുള്ളത് സുഖമായിട്ട് എടുത്തു കൊടുക്കും. കാരണം എന്താ? ആ വ്യക്തിക്ക്, ആ പിതാവിനറിയാം ഇവനത് ചുമന്നുകൊണ്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കഴിയുമെന്ന്. അതുപോലെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുമക്കാൻ കഴിയുന്ന, നമുക്ക് വഹിക്കാൻ കഴിയുന്നത് മാത്രമേ കർത്താവ് നമ്മുടെ മേൽ വയ്ക്കത്തുള്ളൂ. ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ഇന്ന് കഷ്ടതയാകുന്ന കഠിന ശോധനയെ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നാം ചിന്തിച്ചിരിക്കാം, കർത്താവ് ഇതിനെ ഞാൻ എങ്ങനെ ജയിക്കുമെന്ന. കർത്താവ് അതിനുള്ള ശക്തി നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അത് കഴിയുമ്പോൾ നാം ചിന്തിക്കാറ്, കർത്താവ് ഇതിനെ എങ്ങനെ ഞാൻ ഓവർകം ചെയ്തു, ഈ ഘട്ടത്തെ എങ്ങനെ ജയിച്ചു. നാം പോലും അറിയാതെ നമ്മുടെ മേൽ ദൈവത്തിന്റെ ശക്തി തന്നത് കൊണ്ടേ നമ്മെ പരീക്ഷിക്കേണ്ടതിനായിട്ട് അനുവാദം ചോദിക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ചില പരിമിതികളൊക്കെയും നമ്മുടെ മേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമ്മുടെ മേലുള്ള അധികാരം ഈ ലോകത്തിലെ ശക്തിക്കല്ല. നമ്മുടെ സാത്താനെ ശക്തിയെ വലുതായിട്ട് കാണുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ മേൽ അധികാരമുള്ള കർത്താവിനെ നാം ശക്തിയെ നാം വലുതായിട്ട് കാണുവാൻ കഴിയും. പലപ്പോഴും രോഗം വരുമ്പോ, പ്രയാസം വരുമ്പോ, ലോകം എന്തു പറയുന്നില്ല, ശത്രു നമ്മുടെ മൈൻഡിൽ എന്ത് കൊണ്ടുവരും അതിനെ വലുതായിട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇല്ല, കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എന്റെ മേലുള്ള അധികാരം എന്റെ സ്വർഗത്തിൽ ദൈവത്തിനാണ് എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ശത്രു നമ്മുടെ ജീവിതത്തിനകത്ത് കള വിതയ്ക്കുമ്പോൾ നമുക്കതിനെ ജയിക്കുവാനായിട്ട് കഴിയും. നാം അതിനകത്ത് തകർന്നു പോകാനായിട്ട് ഇടയാകത്തില്ല. സ്തോത്രം. ദൈവം അനുവദിക്കാതെ ചിലപ്പോൾ വേദനകൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. ചില വിഷയത്തിനകത്ത് ചിലപ്പോൾ നാം പ്രാർത്ഥിച്ച രീതിയിൽ മറുപടി ലഭിച്ചില്ലായിരിക്കാം. പക്ഷെ അതൊക്കെ വൈകിയതിന് കാരണം ചിലപ്പോൾ ദൈവത്തിന് വ്യക്തമായി ചില പദ്ധതികൾ ഉണ്ട്. അത് നാം ഇപ്പോൾ തിരിച്ചറിയത്തില്ല, പിന്നെ നാം അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നാം ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീരണം. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. ശത്രുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം, ശത്രുവിന്റെ പദ്ധതിക്കകത്ത് നമ്മെ വീഴ്ത്തിക്കളയാത്ത ദൈവം, ചിലയിടത്ത് നിന്നൊക്കെയും ചില മറുപടികൾ തന്ന, ചില വിടുതലുകൾ തന്ന, ഞാനും നിങ്ങൾ കർത്താവിന്റെ സന്നെ നിൽക്കത്തില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തത്തില്ലെന്ന് മനസ്സിലാകുമ്പോ ദൈവം ചില മറുപടികളെ ബ്ലോക്ക് ചെയ്യും. ആ ദൈവം നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിപ്പാൻ കഴിയാത്തത് കൊണ്ടല്ല. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തേ ദൈവത്തിന് വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയില്ലേ, എന്താ ദൈവം ചെയ്യാത്ത? ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്തത് കൊണ്ടല്ല,
നമ്മുടെ ചോദ്യത്തിന് മറുപടി തരാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഞാനും നിങ്ങളും ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാ അവിടെയൊക്കെ ടെംപ്റ്റേഷനിൽ വീണു പോകുമെന്നും നാം നഷ്ടപ്പെട്ടു പോകുമെന്നും അറിയാന്നുള്ളതപ്പോ നാം വിശ്വാസത്തിൽ ഉറക്കേണ്ടത്. ഇവിടെ പത്രോസിനോട് പറയുന്നത് പോലെ നീ തിരിഞ്ഞു മടങ്ങി വന്നിട്ട് തന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്കുക. നാം ഉറയ്ക്കുന്ന ഒരു ടൈമുണ്ട്. നാം ഫസ്റ്റിൽ ഉറച്ചു കഴിഞ്ഞാൽ മാത്രമേ, ചില വിഷയത്തിനകത്ത് ഉറച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതിനു മുമ്പേ ആ ഒരു വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മെ ഒരു പ്രതികൂലത്തിനകത്ത് വിട്ടുകൊടുക്കൽ. അതാ നാം പലപ്പോഴും പറയുന്നത്, കർത്താവിന്റെ സൻ ഇറങ്ങി തിരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ എന്തേ അന്ന് നമുക്ക് അതിനെ ചുമക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ മേലില്ല, അത് നാം പ്രാപിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് പത്രോസിൽ പറഞ്ഞു, നീ വീണ്ടും തിരിഞ്ഞു വരുമ്പോ അപ്പൊ ചില വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുക. നമ്മുടെ കാലുകളെ കർത്താവ് ഉറപ്പിച്ചു നിർത്തുമ്പോ ചില ശോധനകൾ, ചില പരിശോധനകൾ, ചില കഷ്ടതകളൊക്കെ ദൈവം അനുവദിച്ചു കൊടുക്കും. അതിനെ ജയിക്കാനുള്ള ദൈവത്തിന്റെ പവറും നമ്മുടെ മേൽ കർത്താവ് പകരുവാനായിട്ട് അത് നമുക്ക് ജയിക്കുവാനായിട്ടുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ആ തിരുവചന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ദൈവ പൈതൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ചുറ്റും തീ മതിലായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് ചുറ്റും വേലി കെട്ടി. പക്ഷെ ആ വേലിയെ ഞാനും നിങ്ങൾ ഭദ്രമായിട്ട് പ്രാർത്ഥന എന്ന മതിലിന ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്താ ഞാനും നിങ്ങൾ അത് പൊളിച്ചു കൊടുക്കാതെ സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം എന്റെ നിങ്ങളുടെ മേൽ ഉണ്ട്. കർത്താവ് അനുവദിച്ചു കൊടുക്കുന്ന ചില സാഹചര്യങ്ങൾ ഞാനും നിങ്ങളും അതിനെ തന്നെ എന്ത് ചെയ്യണം, ചില സാഹചര്യങ്ങളെ പൊളിച്ചു കൊടുക്കാനായിട്ട് ശത്രു പദ്ധതി ഇടുമ്പോൾ അതിനെ ഓവർകം ചെയ്യും, അതിനെ പൊളിച്ചു കളയാതെ വേണം, അതിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, വാതിക്കൽ കിടക്കുന്നു പാപം, അതിന്റെ ആഗ്രഹം നിന്നോടാക്കുന്നു, നീ അവനോട് എതിർക്കണം എന്ന് കാണുന്നു. നാം ചിലതിനോട് എതിർത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന എന്ന ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നാം ചിലതിനെ വേലി കെട്ടിയതിനെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീരണം. അവിടെയാ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് അയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ സാത്താൻ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ അതിന്റെ 8-ാം വാക്യത്തിൽ 11-ഉം 12-ഉം വാക്യത്തിലൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം സാധിക്കുന്നുണ്ട്, യോബിനെ പരീക്ഷിക്കുവാൻ സാത്താനെ ദൈവം അനുവദിക്കുന്ന ഒരു ഭാഗമുണ്ട്. സാത്താൻ ചോദിക്കുന്നു, യഹോവ സാത്താനോട്, എന്റെ ദാസനെ യോബിന്റെ മേൽ ദൃഷ്ടി വച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യോബ് ദൈവഭക്തനായിരിക്കും, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലല്ലോ. ഒരു ദൈവഭക്തന് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു സ്വർഗത്തിന് ദൈവമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീടിന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളതിനെ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. പൽക്കാലം നാം മനസ്സിലാക്കുക, ആ വലയത്തിനകത്ത് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും. അപ്പൊ നമുക്ക് മാത്രം നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു കർത്താവല്ല, നമുക്കുള്ളതിനും നമ്മുടെ വീടിനും നമ്മുടെ സകലത്തിനും ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ഒരു കർത്താവത്രേ. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതിനൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് യഹോവയെ ദൈവത്തോട് സാത്താൻ പറയണ, അവനെ ചുറ്റും നീ ഒന്ന് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടാമത്, നീ അവനെ എല്ലാ മേഖലയിലും അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹത്തേക്ക് നീ ഒന്ന് തൊട്ടു നോക്ക്, നീ അവനെ തള്ളിപ്പറയും. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും വ്യക്തമായിട്ട് ശത്രുവിന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയണം. ചില നഷ്ടങ്ങളും ചില പ്രയാസങ്ങളൊക്കെയും കടന്നു വരുമ്പോ സാത്താൻ ചോദിക്കും. ചില പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ദൈവം അതിന് അനുവദിച്ചു കൊടുക്കും. അതിനകത്ത് നാം ജയിക്കുന്നുണ്ടോ എന്നറിയുവാൻ പരീക്ഷകൻ നമ്മുടെ അടുക്കിലേക്ക് വരും. ദൈവം അത് അനുവദിച്ചു കൊടുക്കും. പക്ഷെ അപ്പോൾ നാം എന്ത് ചെയ്യണം? അതിനകത്ത് ജയിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ കാണുന്നു, ദൈവ സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവം അനുവദിച്ചു കൊടുത്തു. എന്തോ പറഞ്ഞു? നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കൈകയറ്റം ചെയ്യരുത്. അവിടെ പറഞ്ഞു, അവനുള്ളതിനെയും അവന് വീട്ടിനുള്ളതിനെ എല്ലാത്തിനെയും വേലി കെട്ടു. പക്ഷേ ബാക്കി എല്ലാത്തിനെയും ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവന്റെ മേൽ മാത്രം നീ കയ്യേറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞു.
സാത്താൻ ചെന്നിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിന്റെ മേലൊക്കെയും സാത്താൻ അവകാശം പറഞ്ഞു. ഏതൊക്കെ കാരണം കൊണ്ടാണ് യോബ് ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിഷ്കളങ്കയോട് വ്യക്തിയോടും നീതിമാനായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒക്കെയും എന്ത് ചെയ്യുന്നു? തകർത്ത് കളയുവാനായിട്ട്, ഇല്ലായ്മ ചെയ്യുവാൻ നിമിഷ നേരം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായിട്ട് തന്റെ ജീവിതത്തിനകത്ത് തിരമാല പോലെ കാറ്റുകൾ ആഞ്ഞടിക്കുവാനായിട്ടിടയെ തീർന്നു. മരുഭൂമിയിൽ നിന്ന് 4 ദിക്കുകളിൽ നിന്ന് കാറ്റുകൾ ആഞ്ഞടിച്ചു അവന്റെ ജീവിതത്തെ തകർക്കുവാൻ, അവന്റെ ജീവിതത്തിലുള്ള സകലതിനെയും എന്തൊക്കെ കൊടുത്തത് കൊണ്ടാണ് ദൈവത്തെ ഭക്തിയോടെ നിർത്തുന്നത് എന്ന് ശത്രു അവകാശം പറഞ്ഞു. അതിനെയൊക്കെയും തകർക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം പറയട്ടെ, ദൈവം ചില സാഹചര്യങ്ങളിൽ നമ്മെ ശത്രുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷേ അവിടെ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? കർത്താവിന് ഉറച്ചു നിൽക്കണം. ചില നഷ്ടങ്ങൾ, ചില ഭാരങ്ങൾ, കാരണം അതൊക്കെ ആ നഷ്ടങ്ങളൊക്കെയും ലാഭമാക്കി തർക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ ഉറപ്പിക്കും. അതിനകത്ത് നാം ഉറച്ചു നിൽക്കണം. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിൽ ഒന്നും എന്ത് ചെയ്യുന്നു? യോബ് ദൈവത്തോട് പാപം ചെയ്തില്ല, ദൈവത്തോട് പിറുപിറുക്കൊന്നില്ല. പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യ തന്നെ വന്ന് ശകാരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ധൈര്യപ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. വീണ്ടും നമുക്ക് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, 6-ാം വാക്യത്തിൽ ചെന്ന് കാണുന്നു. യഹോവ സാത്താനോട് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ കൈ അവന്റെ അസ്ഥി മാംസമെന്ന് തൊടുക. അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. തന്റെ ശരീരത്തെ തന്റെ മേൽ, അവിടെ നമുക്ക് ആദ്യം പറഞ്ഞെടുക്കാനുണ്ട്, അവന്റെ മേൽ മാത്രം നീ കയ്യേറ്റം ചെയ്യരുതെന്ന് പറയും. ബാക്കിയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു, എല്ലാം നശിപ്പിച്ചു. അടുത്ത ശത്രു ചെന്ന് അവകാശം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കൈ അവൻ നീ നീട്ടി അവന്റെ അസ്ഥി മാംസമെന്ന് തൊടുക. അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും. തന്റെ ആരോഗ്യം മാത്രം ശേഷിച്ചിരിക്കുമ്പോ അതിനെയും ചെന്ന് തൊട്ടുകഴിഞ്ഞ ദൈവത്തെ തള്ളിക്കളയും എന്ന് പറഞ്ഞ് അവകാശത്തോടെ ചെന്ന്, അല്ലെങ്കിൽ അധികാരത്തോടെ ചെന്ന് ചോദിക്കുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബിനെ യഹോവയെ ദൈവം സാത്താന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നുണ്ട്. യഹോവ ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത്. പ്രിയതേ മക്കളെ, നമ്മുടെ പ്രാണനെ വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ട്. എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം തകർച്ചകൾ കടന്നു വന്നാലും, നിന്റെ പ്രാണന്റെ ഉടമസ്ഥന്റെ സ്വർഗത്തിലെ ദൈവമത്രേ. ആ ദൈവം അതിനെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ചില നഷ്ടങ്ങൾ കടന്നു വരാം. നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, നിന്റെ മൂർച്ചയൊന്ന് കൂട്ടുവാൻ, നീ പുതിയതൊന്നായി പുറത്തു വരുവാനായിട്ടൊക്കെയും നിന്നെ ദൈവം ചിലതിനകത്ത് തെളിയിച്ച്, നിന്റെ മുമ്പിൽ കടന്നു വന്ന ചില പരിശോധനകളൊക്കെയും ജയിച്ച് തരണം ചെയ്ത് നീ ഒരു പുതിയൊരു വ്യക്തിയായി കടന്നു വരുവാൻ ൊക്കെയും എന്ത് ചെയ്യുന്നു? ചില പരിശോധന കൂടി കടത്തിവിടും. പക്ഷേ നിന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു ദൈവം. അതുകൊണ്ടാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലൂസിന്റെ ജീവിതത്തിൽ ആശയേറ്റു പോകുമ്പോഴും അന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ പൗലൂസിനടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, നിന്റെ പ്രാണന് ഹാനി വരികയില്ല. നമ്മുടെ പ്രാണന് ഹാനി വരാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവം. ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ ചിന്തിക്കില്ല, ഇവിടെ കൊണ്ട് തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും. ഇല്ല പ്രിയ ദൈവത്തിലെ, നിന്റെ പ്രാണനെ തൊടുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ബാക്കിയെല്ലാം ചിലപ്പോൾ നഷ്ടങ്ങൾ കടന്നു വരാം. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, യോബിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. യോബിന് മേൽ ആ ഒരു ശക്തി ഉണ്ടെന്ന് ദൈവത്തിന് തിരിച്ചറിഞ്ഞിട്ട് യഹോവയെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് യോബ് ജയിച്ച് കയറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നാം പറയുന്നുണ്ട്, ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എന്റെ കണ്ണാൽ കാണുന്നു. ഹല്ലേലൂയ. അടുത്തൊരു ആത്മീയ മണ്ഡലത്തിലേക്ക്, ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് യോബ് കയറുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാ നിന്നെ കാണുന്നു. ആകയാ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. പ്രിയതേ മക്കളെ, യോബിന്റെ ജീവിതത്തിനകത്ത് കഠിനമായ ശോധനയുടെയും പരീക്ഷാഘട്ടത്തിന്റെയും മധ്യത്തിലും
പകരം താൻ ദൈവത്തോട് പിറവിർക്കാതെ ദൈവത്തിനെ മുറുകെ പിടിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. യോബിന് വ്യക്തമായി ഓരോ തിരിച്ചറിവുണ്ടായിരുന്നു, ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതി എന്ന്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം, ദൈവം അനുവദിക്കാതെ, ദൈവം അവസരം കൊടുക്കാതെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. നമ്മുടെ മേലുള്ള പൂർണ്ണ അധികാരം, പൂർണ്ണ അവകാശം സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 34-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന് ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്കും മടങ്ങിവന്നു. ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ താഴത്തെ ഭാഗത്ത് കാണുന്നു, അവന്റെ ആധിപത്യം എന്നേക്കുമുള്ളത്, ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറയായിരിക്കുന്നു. പ്രിയതേ മക്കളെ, സകല വാഴ്ചകൾക്കും കോട്ടകൾക്കും അധികാരമുള്ള സ്വർഗത്തിലെ ദൈവമത്രേ നമ്മുടെ മേൽ അധികാരം ചുലർത്തിയിരിക്കുന്നത്. ആ ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തൊടാനായിട്ട് കഴിയില്ല. നമുക്കുള്ള ഏതൊന്നിൽ ആക്കിക്കൊള്ളട്ടെ, നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 26-ന്റെ ഒടുവിലത്തെ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. ഒരു കുറച്ചുനാൾ മാത്രമല്ല ദൈവത്തിന് നമ്മുടെ മേൽ അധികാരമുള്ളത്, എന്നേക്കുമായി നിലനിൽക്കുന്ന. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. ചുറ്റും നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം, അതിനപ്പുറമായിട്ട് നമ്മെ തൊടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്ന് എന്തെങ്കിലും പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ കൊണ്ടുവരണമെങ്കിൽ പ്രിയ ദൈവമക്കളെ ദൈവം അനുവദിക്കണം. അങ്ങനെക്ക് ചിലതൊക്കെ കടന്നു വരുന്നത് ദൈവം അനുവദിച്ചിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ചിലതിനകത്തൂടെ കയറ്റി വിട്ടിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അടുത്തൊരു തലം കയറുവാൻ. നാം ചിലതിനകത്ത് ജയിച്ചു കയറിയ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ സന്നിധി ഉറപ്പിച്ച് നിർത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു കുഞ്ഞെ നടക്കാൻ തുടങ്ങുമ്പോൾ വീഴ്ച സംഭവിക്കും. പക്ഷെ ആ കൊച്ചു ഉറച്ചു നിന്ന് കാലുകൾക്ക് ബലം കിട്ടിയാൽ മാത്രമേ ആ കുഞ്ഞിന് മറ്റൊരാളിനെ വഴി നടത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇരുളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുളിലിരിക്കുന്ന ഒരാളിന് വഴി കാട്ടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചിലർക്ക് ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ചില പരിശോധനയ്ക്കകത്ത് ഉറച്ചു നിന്ന് കഴിയുമ്പോൾ മാത്രമേ ആ പരിശോധനയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയത്തുള്ളൂ. ചിലതിനെ ഉറപ്പിക്കുവാൻ പൗത്രോസിനോട് പറഞ്ഞ പോലെ നീ തിരിച്ച് മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ചിലതിനകത്തുനിന്ന് മടങ്ങി വരും. എന്നും ഞാനും നിങ്ങൾ വീണു പോകാൻ ചില സാഹചര്യങ്ങൾ വീണു പോകും. പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ പറഞ്ഞതിനൊക്കെ ശേഷം ഒത്തിരി ഭാഗത്ത് വീണുപോയി, കർത്താവിനെ തള്ളി പറയുന്നുണ്ട്, ഭയപ്പെട്ട് ഒളിച്ചു ചെന്നിരിക്കുന്നുണ്ട് പല സാഹചര്യങ്ങൾ. പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പത്രോസ് തിരിച്ച് വിശ്വാസത്തിൽ ഉറച്ച് കയറി വന്ന ഒരു സാഹചര്യമുണ്ട്. അത് ദൈവത്തിനറിയാം. അങ്ങനെ ഈ പൽക്കാലം നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ വിൽ പവർ, നമുക്ക് എത്രത്തോളം ചിലർ കടന്നു വന്ന് നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് എന്റെ കർത്താവിനറിയാം. അത് തന്നിട്ടാ, ആ ശക്തി തന്നിട്ടാ കർത്താവ് നമ്മൾ ചിലതിനകത്തൂടെ കടത്തിവിടുന്നത്. അങ്ങനെ ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ നാം വിശ്വസിക്കുക, ധൈര്യപ്പെടുക. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയില്ല. ഭൂമിയിലെ സകല അധികാരവും ആധിപത്യവും ദൈവത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ മേലോ നിന്റെ കുടുംബത്തിന്മേലോ നിന്റെ തലമുറയുടെ മേലോ ശത്രുവിനെ അധികാരം ചെലുത്തുവാൻ കഴിയത്തില്ല. നമ്മുടെ സകലതിന്റെ മേലും അധികാരം എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമത്രേ. സ്തോത്രം. ആ ദൈവത്തിന്റെ കീഴിൽ നാം ആയിരിക്കുമ്പോ, ആ കർത്താവിന്റെ കരത്തിൽ നാം ആയിരിക്കുമ്പോ നാം സുരക്ഷിതമാണ്. നമ്മെ കർത്താവ് തന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുക. ഞാൻ ഉള്ളം കരുത്തി നിന്നെ വഹിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ നീതിയുള്ള വലങ്കരത്താൻ ഞാൻ നിന്നെ താങ്ങും. പ്രിയദൈവക്ക് ഓരോ പരീക്ഷകൾ കടന്നു വരുമ്പോഴും നമുക്കതിനെ ജയിപ്പാനുള്ള ശക്തി തന്ന്, അതിനുള്ള ബലം തന്ന്, നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമുക്കതിനുള്ള ശക്തി തന്ന് നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. ചില രോഗമായിരിക്കാം, ചില പ്രയാസമായിരിക്കാം,
ചില പരിശോധനകളായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അതിനകത്തുടക്കെ കടത്തിവിടുന്നവയ്ക്ക് നമ്മെ അതിനകത്തുനിന്ന് വിടിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ദൈവത്തിന് തെളിയിക്കുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ധൈര്യത്തോടെ ആയിരിക്കാം. അയ്യോ, നമുക്കറിയാം ദാനിയേലിനെയും എബ്രായർ ബാലം വരെ തീക്കകത്തിട്ടോ, ആ തീക്കകത്തുനിന്ന് ദൈവത്തിന് വിടുവിക്കാം. പക്ഷെ അവിടെ വിട്ടുകൊടുത്തതിന് കാരണം ആ തീക്കകത്ത് നിന്നും ആ തീയുടെ ശക്തിയെ കെടുത്തുവാൻ കഴിയുന്ന ഒരു ശക്തി ഉള്ള ദൈവത്തെയാണ് എബ്രായർ ബാലന്മാർ സേവിക്കുന്നതെന്ന് ദൈവത്തിന് അവിടെ തെളിയിക്കാനുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമ്മുടെ മേൽ പകർന്നു തന്നിട്ട് കർത്താവ് ചിലതിന്റെ മേൽ ഇട്ട് കൊടുക്കുന്നത് നാം അവിടെ തകരുവാനോ മറ്റുള്ള മുമ്പിൽ ലജ്ജിക്കുവാനോ മറ്റുള്ള മുമ്പിൽ പരാജയമെന്ന് പറയുവാനല്ല, നാം ആരാധിക്കുന്ന ദൈവത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയത്തില്ല എന്ന് പറയുവാനല്ല, അതിനകത്തുനിന്ന് നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് ദൈവത്തിന് തെളിയിക്കുന്നതിന് വേണ്ടി എത്രേ. അങ്ങനെക്ക് ചിലതിനകത്ത് ദൈവം നമ്മെ ഇടുമ്പോ യോബ് പറഞ്ഞതുപോലെ പറയണ, നിനക്ക് സകലത് കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന്. ചിലത് മുമ്പിൽ കടന്നു വരുമ്പോ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതിന്റെ പിന്നിൽ എന്തോ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പനോടൊന്ന് പ്രാർത്ഥിക്കണം, അപ്പാ ഇതിന്റെ മധ്യയുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഉദ്ദേശം എന്താ, അത് വെളിപ്പെടേണ്ടതിനായിട്ട് എന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പരീക്ഷാഘട്ടങ്ങളെ ജയിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകരണമേ. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തന്റെ ദൂതനെ ഇറക്കി യേശു കർത്താവിനെ ശക്തീകരിച്ചതുപോലെ ചില മേഖലയെ ജയിച്ചു കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ കർത്താവ് നമ്മുടെ മേൽ പകരുവാനായിട്ടിടയെ തരും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. കഠിനമായ ചില വേദനയുടെ മധ്യത്തിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ചുറ്റുപാടും ആർക്കുമില്ലാത്ത ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ചില പ്രാർത്ഥനയുടെ മറുപടിയൊക്കെ വൈകുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രിയ ദൈവവൈതലേ, നീ അതിനകത്ത് ഉറച്ചു നിൽക്കുമെന്ന് കർത്താവിന് അറിയാം. നിനക്ക് എത്രത്തോളം വൈകിക്കഴിഞ്ഞാലോ അതിനുവേണ്ടി നീ കാത്തിരിക്കുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ചിലതൊക്കെ വൈകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകണ്ട, നീ ഭാരപ്പെട്ടു പോകണ്ട. ഉറപ്പ് ധൈര്യത്തോടും ആയിരിക്കാം. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. അത് ദൈവം തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല, മറ്റുള്ള മുമ്പേ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമത്ര. സ്തോത്രം. അല്പസമയം നീ ആ കഷ്ടതയുടെയും കഠിന ശോധനയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോ ലോകം നിന്നോട് പറഞ്ഞിരിക്കാം, അതേ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല. പക്ഷെ കഷ്ടതയെന്ന് തീച്ചൂളെ കൂടെ കർത്താവ് നമ്മെ കടത്തിവിട്ട് നമ്മെ യഥാർത്ഥ പൊന്നുപോലെ, ഓ ജീസസ് ഹല്ലേലൂയ, നമ്മെ പുറത്തെടുക്കുവാനായിട്ടിടയെ തരും. ആ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ കൂടി കടത്തിവിടുമ്പോ നാം പോലും അറിയാതെ നമ്മുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. നിനക്ക് ചിലതിനെ പൊടിക്കുവാൻ, ചിലതിനെ പാറ്റുവാൻ, ചിലതിനെ ജയിച്ചു കയറുവാൻ. ഹല്ലേലൂയ. ഈ പകൽക്കാല കർത്താവ് നിന്നെ ചിലതിൽ കൂടി കടത്തി വിടുന്നുണ്ടെങ്കിൽ നീ തിരിച്ചു വരുന്നത് നീ ആ ഒരു വ്യക്തിയോടായിരിക്കത്തില്ല. നിന്റെ വിശ്വാസം മാറുവാനായിട്ടിടയെ തരും. നിന്റെ ആത്മീയ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. പ്രിയ ദൈവവേദന നിന്നെ ചിലർക്ക് കർത്താവ് ഉറപ്പിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. നിന്നെ അല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവല്ല. ഈ പൽക്കലം നാം ചിലത് മനസ്സിലാക്കി വേണം ജീവിതമാക്കുന്ന യാത്രയെ മുന്നോട്ട് പോകുവാൻ. വീണും തളർന്നും പോകുമ്പോഴും നാം വീണു പോകുമ്പോഴും തന്റെ കയ്യാ നമ്മെ താങ്ങുന്ന ഒരു കർത്താവ്. ഭയപ്പെടേണ്ട മകളെ, മകനെ എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. കാരണം നമ്മെ ചിലടത്ത് ഉറപ്പിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. പ്രിയ ദൈവവൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ദൈവം അനുവദിക്കാതെ ചില രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ രോഗത്തിന്റെ അനുഭവത്തിൽ നാം കർത്താവിനെ കൂട്ടിമുട്ടി അനുഭവിക്കേണ്ടതിന് വേണ്ടിയാ. നാം പറഞ്ഞിരിക്കാം, എന്തുകൊണ്ട് കർത്താവേ ഈ രോഗം, ഈ പ്രയാസം, ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്? ആ കഠിനമായ ശോധനയ്ക്കകത്ത് ആരും നമ്മുടെ അടുക്കലില്ലാതിരിക്കുമ്പോഴും അടുക്കിലിറങ്ങി വന്ന് നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ താങ്ങുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഞാൻ നിങ്ങൾ ഒന്ന് രുചിച്ചറിയുവാനാ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാനാ. പ്രിയ ദൈവമക്കളെ, ചിലരെയൊക്കെയും നമുക്കെതിരെ വാക്കുകളെ മൂർച്ചയുള്ളതാക്കി എഴുന്നേൽപ്പിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. പക്ഷേ നാം ചിലപ്പോൾ കോപിക്കുന്ന വ്യക്തിയായിരിക്കാം, ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അതിനകത്തുനിന്ന് ഒരു പുറത്തു വരാൻ
ഹല്ലേലൂയ. എന്ത് കണ്ടാലും ചിലപ്പോൾ നാം ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം, പെട്ടെന്ന് എടുത്തു ചാടി സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതിനകത്തുനിന്ന് ചില സ്വഭാവത്തിനകത്തുനിന്ന് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ചിലതിനൊക്കെ നമുക്കെതിരായിട്ട് എഴുന്നേൽപ്പിക്കുന്ന ഭാരപ്പെടണ്ട. ചില നന്മകളെ തൊട്ട് കഴിഞ്ഞാൽ നാം ഏതിനെങ്കിലും ഒരു പ്രാധാന്യം, നമുക്കറിയാം കർത്താവ് നമ്മുടെ ഉള്ളത്തെ അറിയുന്നത് പോലെ നാം ദൈവത്തോട് ആയിരിക്കുന്ന ബന്ധത്തിന്റെ വലിപ്പത്തെ ശത്രുമണ്ഡലം അറിയുന്നുണ്ട്. അപ്പോ ചിലതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഞാനും നിങ്ങൾ തകർന്നു പോകുമെന്ന് ശത്രു അറിഞ്ഞിട്ടാ അവര്. പക്ഷേ അതിനു മുമ്പേ കർത്താവ് നമ്മുടെ മേൽ പകരപ്പെടുന്ന ഒന്നുണ്ട്, ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് അബ്രഹാമിനോട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ പരിശോധിക്കുന്ന ഒരു ഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ ഏകജാതനായ മകനെ ഇസാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗമർപ്പിക്കാനാ പറഞ്ഞത്. ഇത്രയും വർഷം കാത്തിരുന്ന് തന്റെ വാർദ്ധക്യത്തിൽ കിട്ടിയ മകനാ. ആ മകനെ യാഗമർപ്പിക്കാൻ പറയുന്നതിന് കൂടെ എന്താണ്, ദൈവത്തെയാണോ ഇസാക്കിനെയാണോ താൻ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു പരീക്ഷഘട്ടം അവിടെ കടന്നു വരുന്നുണ്ട്. ഒരു വെല്ലുവിളിയുടെ അനുഭവം കടന്നു വരുന്നുണ്ട്. പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു? തന്റെ മകനെ യാഗം അർപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ യഹോവ ദൈവം പറയും, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ചില ഘട്ടത്തിൽ നമുക്കൊരു നന്മ തരുമ്പോ, അത് അനുഭവിക്കുമ്പോ ചിലപ്പോൾ ചില ശോധനകൾ കടന്നു വരും. കാരണം അതിനെയാണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാവിനെയാണോ ഞാനും നിങ്ങളും ഭയപ്പെടുന്നത് എന്നറിയുവാൻ. അപ്പൊ അങ്ങനെയുള്ള ചില ശോധനകൾ കടന്നു വരുമ്പോ, ചിലപ്പോൾ ജോലി മേഖലയിൽ ആയിരിക്കാം കടന്നു വരുന്നത്. നാം ആരാധനയ്ക്ക് പോകാൻ നിൽക്കുമ്പോഴും ജോലി മേഖലയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, നാം അതിനകത്ത് ജോലി മേഖലയിൽ നിൽക്കുന്നുണ്ടോ, നാം ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ടോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നുണ്ടോ, നിനക്കെതിരായി കടന്നു വന്ന നിയമത്തിനകത്ത് നിൽക്കുന്നുണ്ടോ? ദാനിയന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവനെതിരായി രേഖ എഴുതി, പക്ഷേ ദാനിയന്റെ പ്രാർത്ഥനയെ മുടക്കി കളഞ്ഞില്ല ദാനിയേൽ. പലതും മുടക്കിക്കളയുവാൻ, പലതും നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുമോ, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകും എന്ന് ശത്രു ചിന്തിച്ചിട്ടാ അതിനെയൊക്കെ കയറി പിടിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ ഒരു ദൈവ പൈതൽ ശത്രുവിന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയണം, അവനോട് എതിർത്ത് നിൽക്കണം. അതിനുള്ള ശക്തി കർത്താവിൽ നിന്ന് പകരണം. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ജീവിതത്തിലെ കഠിനമായ ശോധനയെ കൂടി കടന്നു പോകുമ്പോഴും പ്രിയ ദൈവ പൈതലേ, അത് ദൈവം നിനക്ക് അനുവദിച്ചിരിക്കുന്നതാ. അതിനെ ജയിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ട്. നമ്മുടെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒട്ടും പറ്റത്തില്ല, നമുക്ക് കഴിയത്തില്ല, നമ്മൾ തളർന്നു. പക്ഷേ നമ്മളിലുള്ള കർത്താവിനെ, നമുക്ക് ശക്തി പകർന്നു തരുന്ന കർത്താവിനെ, നിനക്ക് ലോകത്ത് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് ജയം തരുവാനായിട്ട് ഇടയത്തിനും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. ആ ഒരു ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ മേലുള്ള അധികാരം അങ്ങയ്ക്ക് മാത്രമാണല്ലോ. അങ്ങ് അനുവദിക്കാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് ഞങ്ങളെ തൊടാൻ കഴിയത്തില്ലല്ലോ കർത്താവേ. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന പരിശോധനകളെ, പ്രലോഭനങ്ങളൊക്കെയും ജയിച്ചു കയറുവാൻ അങ്ങയിൽ നിന്നുള്ള ശക്തി ആർജിച്ച് കർത്താവേ, അതിനകത്ത് പരാജയപ്പെടാനല്ല, ജയിച്ചു കയറുവാൻ ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ കർത്താവേ, ആർക്കുമില്ലാത്ത കഷ്ടത എന്ന് നാം ചോദിക്കുമ്പോൾ അതിനകത്ത് കർത്താവിന്റെ പദ്ധതി ഉണ്ടല്ലോ. അത് വെളിപ്പെട്ടു വരുവാൻ ദൈവം തന്റെ ജനത്തെ സഹായിക്കണമേ, ഉറപ്പിക്കണമേ. പത്രോസിനോട് പറഞ്ഞതുപോലെ നീ തിരിഞ്ഞു മടങ്ങി വന്നിട്ട് സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആ ഒരു ഉത്തരവാദിത്തോടെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുക. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ കർത്താവിൽ ജയിക്കുക ദൈവം കൃപ നൽകുക. അങ്ങോട്ട് ജനത്തിന്റെ സകല വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി മഹത്വം അങ്ങേക്കയറ്റുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.